സിനിമാ നടി 14-ാം വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി. 20 വർഷം കൊണ്ട് 300-ലധികം സിനിമകളിൽ അഭിനയിച്ചു. 7 ഭാഷകളിൽ ഒരേ സമയം താരമായി. കമൽഹാസന്റെ നായികയായി, അമിതാഭ് ബച്ചന്റെ നായികയായി, രജനികാന്തിനും ചിരഞ്ജീവിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം അഭിനയിച്ചു. മലയാളത്തിൽ ഉണ്ണിയാർച്ചയായി, ആനിയായി, പത്മിനിയായി, സൂസന്യയായി. പക്ഷെ ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം മാധവി സിനിമയോട് പറഞ്ഞു, ഇനി മതി. 34-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിന് പാക്കപ്പ്. അതിനുശേഷം അമേരിക്ക, ഭർത്താവ്, 3 മക്കൾ, ബിസിനസ്, 44 ഏക്കറിന്റെ വിശാലമായ ജീവിതം. പക്ഷെ അതിലും അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. മാധവി വിമാനം പറത്താൻ പഠിച്ചു, പൈലറ്റ് ലൈസൻസ് നേടി, പിന്നീട് സ്വന്തമായി വിമാനം പോലും വാങ്ങി. ഒരു കാലത്ത് കോടിക്കണക്കിന് ആളുകളുടെ സ്വപ്നമായിരുന്ന സിനിമാ ജീവിതം ഉപേക്ഷിച്ച ഒരു നടി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ച വലിയ തകർച്ച എന്തായിരുന്നു? ആ തകർച്ചയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തിയത് ആരായിരുന്നു? രജനികാന്തിന് അതിൽ എന്തായിരുന്നു പങ്ക്? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം 1970-കളിലെ ഹൈദരാബാദിലേക്ക്. മാധവി എന്ന പേരിൽ നമ്മൾ അറിയുന്ന നടി യഥാർത്ഥത്തിൽ കനക വിജയലക്ഷ്മിയാണ്. അഭിനയമായിരുന്നില്ല പ്രാമുഖ്യം, നൃത്തമായിരുന്നു. ഭരതനാട്യം, കഥക്, നാടോടി നൃത്തം, 1000-ലേറെ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച പെൺകുട്ടി. അവിടെ നിന്നാണ് സിനിമയിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. വെറും 14-ാം വയസ്സിൽ ദാസരി നാരായണ റാവു സംവിധാനം ചെയ്ത തൂർപ്പു പടമര എന്ന തെലുങ്ക് സിനിമയിൽ നായിക. ഒരു കൗമാരക്കാരി നായികയാകുന്നു. ചിത്രം വിജയിക്കുന്നു. പിന്നെ അവസരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി. ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കുന്നു. അങ്ങനെ കനക വിജയലക്ഷ്മി മാധവിയായി. അവിടെ നിന്ന് ഈ പെൺകുട്ടിയുടെ യാത്ര സാധാരണമായിരുന്നില്ല. അത് ഇന്ത്യൻ സിനിമയുടെ പല ഭാഷകളിലേക്കും പടർന്നു പോവുകയായിരുന്നു. മാധവിയുടെ കഴിവ് ശ്രദ്ധിച്ച സംവിധായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കെ ബാലചന്ദർ. അദ്ദേഹത്തിന്റെ മാരോ ചരിത്ര, കമൽഹാസന്റെ നായികയായി മാധവി. ചിത്രം തരംഗമായി. പിന്നീട് അതിന്റെ ഹിന്ദി റീമേക്ക് ഏക് ദുജെ കെ ലിയെ. കമൽഹാസനോടൊപ്പം വീണ്ടും മാധവി. ഹിന്ദി സിനിമയിലും വലിയ വിജയം. അവിടെ നിന്ന് ബോളിവുഡിന്റെ വാതിലുകൾ തുറന്നു. അമിതാഭ് ബച്ചൻ, മിഥുൻ ചക്രവർത്തി, മാധവി അവരുടെ നായികയായി. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാധവിയുടെ പ്രത്യേകത സൗന്ദര്യം മാത്രമായിരുന്നില്ല. ഒരു രംഗത്തിൽ അവർ നിൽക്കുമ്പോൾ കഥാപാത്രത്തിന് തൂക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച വേഷങ്ങൾ നായകന്റെ പിന്നിൽ നിൽക്കുന്ന അലങ്കാര കഥാപാത്രങ്ങളായിരുന്നില്ല. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, വികാരങ്ങളുള്ള കഥാപാത്രങ്ങൾ, സംഘർഷമുള്ള കഥാപാത്രങ്ങൾ. ഇതായിരുന്നു അവരുടെ കരിയറിന്റെ വലിയ ശക്തി. എന്നാൽ എല്ലാ യാത്രകളും ഒരേപോലെ ഉയരത്തിലേക്ക് പോവുകയില്ല. മാധവിയുടെ കരിയറിലും ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടി വന്നു. ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങിയ ഹിന്ദി സിനിമാ യാത്ര പിന്നീട് ശരിയായ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലെ പിഴവുകൾ കാരണം വഴിതെറ്റി. ടിക് 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 പോലുള്ള സിനിമകളിൽ ഗ്ലാമർ പ്രദർശനത്തിലേക്ക് മാധവിയെ ഒതുക്കിയ സാഹചര്യവും വന്നു. ഒരു അഭിനേത്രിക്ക് ചെയ്യാനുള്ളത് ഒന്നുമില്ലാത്ത കഥാപാത്രങ്ങൾ, അവളുടെ ശരീരത്തെ മാത്രം പ്രദർശിപ്പിക്കുന്ന സമീപനം. ഇത് മാധവിയെ മാനസികമായി തളർത്തി. ഹിന്ദി സിനിമയിൽ താൻ അപ്രസക്തയാകുന്നു എന്ന തിരിച്ചറിവ്. അതിനെ തുടർന്ന് അവർ കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി. അപ്പോഴാണ് ഈ കഥയിലേക്ക് ഒരു സൂപ്പർ താരം കടന്നു വരുന്നത്, രജനികാന്ത്. മാധവിയും രജനികാന്തും തമ്മിലുള്ള ബന്ധം വെറും നായികന്മാർ തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അത് ഒരു ഗാഢമായ സൗഹൃദമായിരുന്നു. മാധവി ബുദ്ധിമുട്ടുന്ന സമയത്ത് രജനികാന്ത് അവരെ തന്റെ സിനിമകളിലേക്ക് വീണ്ടും ക്ഷണിച്ചു. ആ സിനിമകൾ വിജയിച്ചു. തമിഴിൽ മാധവിയുടെ കരിയർ വീണ്ടും ശക്തമായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ തകർന്നു പോയ നടി വീണ്ടും ശക്തമായ കഥാപാത്രങ്ങളിലേക്ക് തിരിച്ചെത്തി. അവിടെ നിന്നാണ് മലയാള സിനിമയിൽ നിന്ന് മാധവിയെ തേടി വലിയ അവസരങ്ങൾ എത്തുന്നത്. ഭരതൻ, പത്മരാജൻ, ഭദ്രൻ, ഹരിഹരൻ, സിബി മലയിൽ ഇവർ ഓരോരുത്തരും മാധവിക്ക് നൽകിയ കഥാപാത്രങ്ങൾ അവരുടെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട അധ്യായങ്ങളായി മാറി. മാധവി മലയാളത്തിൽ അഭിനയിച്ച സിനിമകളുടെ എണ്ണം നോക്കിയാൽ അത് അത്ര വലിയ പട്ടികയല്ല. പക്ഷെ അവരുടെ മലയാള സിനിമകളുടെ ഗുണനിലവാരം നോക്കിയാൽ കഥ മാറും. ലാവ, വളർത്തുമൃഗങ്ങൾ, ഓർമ്മയ്ക്കായി, നവംബറിന്റെ നഷ്ടം, ചങ്ങാത്തം, ഗാന്ധാരി, ഒരു കുടക്കീഴിൽ, നൊമ്പരത്തിപ്പൂവ്, ഒരു വടക്കൻ വീരഗാഥ, ആകാശദൂത്. മലയാളത്തിൽ അവർ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എപ്പോഴും ഉള്ളിൽ വലിയൊരു സംഘർഷമുള്ള സ്ത്രീ. വളർത്തുമൃഗങ്ങൾ, സർക്കസ് കലാകാരി, നവംബറിന്റെ നഷ്ടം, മനസ്സിന്റെ താളം തെറ്റിയ പെൺകുട്ടി, നൊമ്പരത്തിപ്പൂവ്, ദുരന്തങ്ങൾക്കിടയിലും തളരാതെ മുന്നോട്ട് പോകുന്ന സ്ത്രീ, ഗാന്ധാരി, പ്രതികാരത്തിന്റെ തീയിൽ നിൽക്കുന്ന സ്ത്രീ. അതേസമയം ഒരു കുടക്കീഴിലെത്തിയപ്പോൾ മാധവി മറ്റൊരു രൂപം സ്വീകരിച്ചു. പ്രണയത്തിൽ മുങ്ങിയ സ്ത്രീ. അനുരാഗിണി ഇതായൻ, കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഗാനം ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ മങ്ങലേൽക്കാതെ നിലനിൽക്കുന്നു. ചിത്രം വിജയിച്ചില്ല, പക്ഷെ മാധവിയുടെ പ്രകടനം മറക്കാനാവാത്തതായിരുന്നു. അതാണ് മാധവിയുടെ കരിയറിന്റെ രഹസ്യം. സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അവരുടെ കഥാപാത്രം എന്നും മികച്ചത് തന്നെയായിരിക്കും. ഭരതന്റെ ഓർമ്മയ്ക്കായി മാധവിയുടെ കരിയറിലെ ഏറ്റവും മനോഹരമായ പ്രകടനങ്ങളിൽ ഒന്ന്. അവിടെ അവർ അവതരിപ്പിച്ചത് മൂകനായ ഭർത്താവിന്റെ ശബ്ദമായി മാറുന്ന സ്ത്രീയെ. വലിയ അഭിനയ പ്രകടനങ്ങളൊന്നുമില്ല, അലറലുമില്ല, അമിതമായ വികാര പ്രകടനങ്ങളില്ല. പകരം മിതത്വം, കണ്ണുകൾ, മുഖഭാവം, നിശബ്ദത. ഇതിലൂടെ മാധവി കഥാപാത്രത്തെ പണിതെടുത്തു. ഈ പ്രകടനത്തിന് അവർക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അവാർഡുകൾ അവരുടെ കരിയറിൽ ഒന്നിലധികം തവണ എത്തി. മികച്ച നടിക്കും സഹനടിക്കുമുള്ള വിഭാഗങ്ങളിലായി 3 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ എഴുത്തും ഹരിഹരന്റെ സംവിധാനവും ചേർന്ന് മലയാള സിനിമയിൽ ഒരു ചരിത്രം തിരുത്തി എഴുതി.
ഒരു വടക്കൻ വീരഗാഥ. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ചന്തുവിന്റെ കഥയാണ്. പക്ഷെ MT നമ്മളോട് ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ്: യഥാർത്ഥത്തിൽ ചരിത്രം മുഴുവൻ സത്യമാണോ? 16-ാം നൂറ്റാണ്ടിലെ വടക്കൻ കേരളം, കളരിപ്പയറ്റ്, ചാവേർ പോരാളികൾ, പുത്തൂരം തറവാട്, അരിങ്ങോടർ, ആരോമൽ ചേകവർ, ചന്തു, ഇതിന്റെ നടുവിൽ ഉണ്ണിയാർച്ച. ചന്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയം, പക്ഷെ അതേസമയം ചന്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്നും. ചിത്രം പരമ്പരാഗതമായി അറിയപ്പെട്ടിരുന്ന ചന്തുവിന്റെ കഥയെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പുനർവായിക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ണിയാർച്ചയെ വെറും ഒരു വീരനാരിയായി അവതരിപ്പിച്ചാൽ കഥാപാത്രം വളരെ എളുപ്പമായി പോകും. പക്ഷെ മാധവിയുടെ ഉണ്ണിയാർച്ച അത്ര എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്ന സ്ത്രീയല്ല. അവൾക്ക് പ്രണയമുണ്ട്, അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അവൾക്ക് കുടുംബ ബന്ധങ്ങളുണ്ട്. അതേസമയം സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു പ്രായോഗിക ബോധവുമുണ്ട്. ചന്തുവിനോടുള്ള അവളുടെ സമീപനം അതുകൊണ്ട് തന്നെ സങ്കീർണമാണ്. ചന്തു അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അവൾക്കും ചന്തുവിനോട് അടുപ്പമുണ്ട്. പക്ഷെ ആ ബന്ധത്തെ ജീവിതത്തിന്റെ അവസാനത്തെ തീരുമാനമാക്കി മാറ്റാൻ അവൾ തയ്യാറാകുന്നില്ല. ചന്തുവിന്റെ ദുരന്തത്തിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്: അവൻ ഉണ്ണിയാർച്ചയെ പ്രണയിനിയായി കാണുന്നു. ഉണ്ണിയാർച്ച പക്ഷെ ജീവിതത്തെ അതിന്റെ മുഴുവൻ സങ്കീർണതയോടും കൂടി കാണുന്ന സ്ത്രീയാണ്. ഇവിടെയാണ് മാധവിയുടെ അഭിനയം ശ്രദ്ധിക്കേണ്ടത്. വാളെടുത്ത് നടത്തുന്ന പോരാട്ടങ്ങൾ മാത്രമല്ല, മുഖത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ, ചന്തുവിനെ കാണുമ്പോഴുള്ള നോട്ടം, വിവാഹം മറ്റൊരാളുമായി തീരുമാനിക്കപ്പെടുമ്പോഴുള്ള മൗനം, ചന്തുവിനെ വീണ്ടും അടുത്തേക്ക് വിളിക്കുമ്പോഴുള്ള ആശയക്കുഴപ്പം, സ്വന്തം കുടുംബത്തിന്റെയും പ്രണയത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ, ഇതൊക്കെ മാധവി വളരെ നിയന്ത്രിതമായി അവതരിപ്പിച്ചു. മാധവി തന്നെ തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചിത്രത്തിനായി പുലർച്ചെ 5-ന് എഴുന്നേറ്റ് കളരിപ്പയറ്റ് പരിശീലിച്ചിരുന്നുവെന്നും മുമ്പുണ്ടായിരുന്ന കരാട്ടെ പരിശീലനം അതിന്റെ ചലനങ്ങൾ പഠിക്കാൻ സഹായിച്ചെന്നും ഓർക്കുന്നുണ്ട്. ചിത്രത്തിലെ ഉണ്ണിയാർച്ചയ്ക്ക് വേണ്ടി രൂപവും വേഷവും വരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും അവർ പറയുന്നു. ചിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്താണ്? ചന്തുവും ഉണ്ണിയാർച്ചയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഈ ബന്ധത്തിന്റെ ട്രാജഡി. ചന്തു ഒരുപാട് കാര്യങ്ങളിൽ ശക്തനായ യോദ്ധാവാണ്. പക്ഷെ ഉണ്ണിയാർച്ചയുടെ മുന്നിൽ അവൻ പലപ്പോഴും ഒരു ദുർബലനായ മനുഷ്യനായി മാറുന്നു. ചരിത്രം ചന്തുവിനെ ഒരു വഞ്ചകനായി ഓർത്തു. MT ആ ചരിത്രത്തിലേക്ക് ക്യാമറ തിരിച്ചു. വഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന ചോദ്യം ചോദിച്ചു. അതിന്റെ ഭാഗമായി ഉണ്ണിയാർച്ചയും ഒരു പുതിയ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ വെറും നായികയല്ല, ചന്തുവിന്റെ മനസ്സിലെ ആഗ്രഹത്തിന്റെയും നഷ്ടത്തിന്റെയും പ്രതീകമാണ്. പക്ഷെ 4 വർഷങ്ങൾക്ക് ശേഷം മാധവി മലയാളികൾക്ക് മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ കയ്യിൽ വാളില്ല, കളരിപ്പയറ്റില്ല, ചരിത്രമില്ല. പകരം 4 മക്കളുണ്ട്, ഒരു ഭർത്താവുണ്ട്, ഒരു ചെറിയ കുടുംബ ജീവിതമുണ്ട്. പക്ഷെ ആ ജീവിതത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു മരണ വാർത്തയുണ്ട്. സിനിമയുടെ പേര് ആകാശദൂത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത്. മാധവി അവതരിപ്പിച്ചത് ആനി, ഒരു സാധാരണ ഭാര്യ, ഒരു അമ്മ. പക്ഷെ കഥ മുന്നോട്ട് പോകുമ്പോൾ ആ സാധാരണ ജീവിതം പതുക്കെ ഒരു ദുരന്തമായി മാറുന്നു. ആനിയും ജോണിയും അനാഥാലയത്തിൽ വളർന്നവരാണ്. അവർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അവർക്ക് 4 മക്കൾ: മീനു, ഇരട്ടകളായ റോണിയും ടോണിയും, ഏറ്റവും ഇളയ മോനുവും. ദാരിദ്ര്യമുണ്ടെങ്കിലും കുടുംബത്തിൽ സ്നേഹമുണ്ട്. അതാണ് ആനിയുടെ ലോകം. എന്നാൽ കറവക്കാരനായ കേശവനുമായി ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്നുണ്ടായ സംഘടനത്തിലും വഴക്കിലും ജോണി മരണപ്പെടുന്നതോടുകൂടി ആനിയുടെ ജീവിതം ഒറ്റപ്പെട്ടതാകുന്നു. ഒരു ദിവസം ഒരു അപകടം. മകൻ ടോണിക്ക് പരിക്ക്, രക്തം ആവശ്യമാണ്. രക്തപരിശോധന നടത്തുന്നു. അപ്പോഴാണ് കുടുംബത്തിന്റെ മുഴുവൻ ജീവിതവും തകർന്നു വീഴുന്ന ആ സത്യം പുറത്തു വരുന്നത്. ആനിക്ക് ലുക്കേമിയ ആണ്. അതും രോഗം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അവൾക്കിനി അധികകാലം ജീവിക്കാനാവില്ല. ഇവിടെയാണ് സിനിമയുടെ യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത്. കാരണം ആനി മരിക്കാൻ ഭയപ്പെടുന്നില്ല, അവൾ ഭയപ്പെടുന്നത് മറ്റൊന്നിനെയാണ്: ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് എന്തു സംഭവിക്കും? ആനിയും ജോണിയും അനാഥാലയത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളും അനാഥാലയത്തിൽ വളരുന്നത് അവർക്ക് ചിന്തിക്കാനാകില്ല. അതിനാൽ അവർ ഒരു തീരുമാനമെടുക്കുന്നു: മക്കളെ ദത്ത് നൽകുക. ഇത് കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ തീരുമാനമായി തോന്നാം. പക്ഷെ സിനിമ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്: മക്കളെ ഉപേക്ഷിക്കുന്ന അമ്മയാണോ ആനി, അതോ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഹൃദയം കീറിമുറിക്കുന്ന അമ്മയാണോ? ഇവിടെയാണ് മാധവിയുടെ അഭിനയത്തിന്റെ ശക്തി. അവൾ മക്കളോട് സത്യം പറയുന്നില്ല. അമ്മ മരിക്കാൻ പോവുകയാണെന്ന് അവർ അറിയരുത്. പകരം അമ്മ ജർമ്മനിയിലേക്ക് പോവുകയാണെന്ന് അവൾ കള്ളം പറയുന്നു. പുതിയ വീടുകളിലേക്ക് പോകുന്ന മക്കളോട് അവിടെ പുതിയ അച്ഛനും അമ്മയും ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ പ്രേക്ഷകന് സത്യം അറിയാം: അമ്മ ഒരിക്കലും തിരിച്ചു വരില്ല. ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗം: മക്കളെ ഓരോരുത്തരെയായി വേർപിരിയാൻ ആനി തയ്യാറെടുക്കുന്നു. മോനുവിന് ഒരു ഡോക്ടർ കുടുംബം ദത്തെടുക്കുന്നു. ടോണിക്ക് നല്ലൊരു കുടുംബം ലഭിക്കുന്നു. മീനുവിനും പുതിയൊരു കുടുംബം. പക്ഷെ റോണി ശാരീരിക വൈകല്യമുള്ള കുട്ടിയാണ്. അവനെ ദത്തെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. അമ്മയുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ വേദന അവിടെയാണ്. മറ്റു മക്കൾക്ക് വീടുകൾ കണ്ടെത്തിയിട്ടും റോണിക്ക് ഒരു വീട് കണ്ടെത്താൻ കഴിയുന്നില്ല. ആനി തന്റെ മക്കളെ അവസാനമായി ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുമസ്. അവൾ കാത്തിരിക്കുന്നു. ഒരു രാത്രിയിൽ അവൾ സ്വപ്നം കാണുന്നു: മക്കൾ എല്ലാവരും തിരിച്ചെത്തിയിരിക്കുന്നു. അവൾ സന്തോഷത്തോടെ വാതിലിലേക്ക് ഓടുന്നു. പക്ഷെ അത് സ്വപ്നമായിരുന്നു. ഉണർന്നപ്പോൾ മുന്നിൽ ആരുമില്ല. മാധവിയുടെ മുഖത്ത് ആ നിമിഷം വരുന്ന തകർച്ച, അത് അഭിനയമാണെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. ശരീരം തളരുന്നു, മൂക്കിൽ നിന്ന് രക്തം വരുന്നു. അവൾ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു ദിവസം കൂടി എന്നൊരു അമ്മയുടെ നിശബ്ദമായ പ്രാർത്ഥന പോലെ ആ രംഗം മാറുന്നു. പക്ഷെ സമയം
അവൾക്ക് അനുവദിക്കുന്നില്ല. ആനി മരിക്കുന്നു. പക്ഷെ സിനിമയുടെ അവസാനത്തെ കണ്ണീർ അതല്ല. ആനിയുടെ ശവസംസ്കാരം 4 മക്കളും അവിടെയുണ്ട്. പക്ഷെ അമ്മ പോയി. അവളുടെ മക്കൾ വീണ്ടും വേർപിരിയുകയാണ്. റോണിയെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ഫാദർ വട്ടപ്പാറ തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് ടോണിയുടെ അച്ഛൻ കാറ് നിർത്തുന്നത്. അയാൾക്ക് മനസ്സ് മാറുന്നു. ടോണിയും റോണിയും സഹോദരങ്ങളാണ്, അവരെ വേർതിരിക്കേണ്ടതില്ല. ടോണി കാറിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. റോണിയുടെ അടുത്തേക്ക് ഓടുന്നു. 2 സഹോദരന്മാർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അവിടെ സിനിമ അവസാനിക്കുന്നു. ആനിയുടെ ജീവിതം അവസാനിച്ചെങ്കിലും അവൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന കാര്യം മക്കൾ പൂർണ്ണമായി അനാഥരാകുന്നത് അവസാന നിമിഷത്തിൽ സംഭവിക്കുന്നില്ല. ആകാശദൂതിലെ ആനി എന്ന പ്രകടനത്തിന് മാധവിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 2ാം മികച്ച നടിക്കുള്ള പുരസ്കാരവും ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു. അതുകൊണ്ട് തന്നെ മാധവിയുടെ മലയാള സിനിമ യാത്രയെ കുറിച്ച് പറയുമ്പോൾ ഒരു വാചകം മതിയാകും. ചില നടിമാർ 100 കണക്കിന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ചിലർക്ക് പക്ഷേ 2ഓ 3ഓ കഥാപാത്രങ്ങൾ മാത്രം മതി ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി വെക്കാൻ. മാധവി അത്തരത്തിലുള്ള ഒരു നടിയാണ്. മാധവിയുടെ കാലത്ത് സിനിമാ താരങ്ങളുടെ പ്രണയവും ബന്ധങ്ങളും ഗോസിപ്പുകളും പതിവായി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. പക്ഷെ മാധവിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ അധികം വന്നില്ല. അവരുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ഗൗരവം ഉണ്ടായിരുന്നു. ആത്മീയതയിലേക്കും അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അവരുടെ ആത്മീയ ഗുരുവായിരുന്നു സ്വാമി രാമ. ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയ വ്യക്തി. പിന്നീട് അതേ ആത്മീയ ലോകമാണ് മാധവിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് അവരെ നയിച്ചത്. മാധവിക്ക് 34 വയസ്സ്. സിനിമയിൽ ഇപ്പോഴും അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മറ്റൊരു തീരുമാനമെടുത്തു. സ്വാമി രാമയുടെ ശിഷ്യനും അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സുകാരനുമായ റാൽഫ് ശർമ്മ. ഇരുവരുടെയും വിവാഹത്തിന് സ്വാമി രാമ തന്നെ മുൻകൈയെടുക്കുകയായിരുന്നു. മാധവി ആ വിവാഹം സ്വീകരിച്ചു. അതിനുശേഷം സിനിമയോട് വിട, അമേരിക്കയിലേക്ക് യാത്ര, ഭർത്താവ്, പിന്നീട് 3 പെൺമക്കൾ ടിഫാനി, പ്രിസ്റ്റില്ല, എവ്ലിൻ. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരും. എന്തുകൊണ്ട് സിനിമ വിട്ടു? മാധവിയുടെ മറുപടി വളരെ പക്വമായിരുന്നു. തനിക്ക് അഭിനയത്തിൽ ഇനി നേടാനുള്ളതെല്ലാം നേടിയെന്ന് തോന്നി. 7 ഭാഷകളിൽ അഭിനയിച്ചു. ഇനി കുടുംബജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെന്നായിരുന്നു ആഗ്രഹം. മാധവിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, ഇനി പുതിയ കുട്ടികൾ അഭിനയിക്കട്ടെ, ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കാം. പക്ഷെ മാധവി സിനിമ വിട്ട ശേഷം ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നില്ല. ബിസിനസ്, കുടുംബം, പ്രകൃതി, മൃഗങ്ങളും പക്ഷികളും. 44 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്തെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. പക്ഷെ അതിൽ കൗതുകകരമായ ഒരു കാര്യം, മാധവി പൈലറ്റ് ലൈസൻസ് നേടി വിമാനം പറത്താൻ പഠിച്ചു. പിന്നീട് അവർ വിമാനം പോലും സ്വന്തമാക്കി. ഒരിക്കൽ ക്യാമറയ്ക്ക് മുന്നിൽ പറന്നു നടന്ന നടി പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ തന്നെ ആകാശത്തിലൂടെ പറന്നു. മാധവിയുടെ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അവർ സിനിമയെ തോൽപ്പിച്ചില്ല, സിനിമയെ മറികടന്നു. 14ാം വയസ്സിൽ സിനിമയിലെത്തി. 20 വർഷം കൊണ്ട് 300-ലേറെ സിനിമകൾ, 7 ഭാഷകൾ. കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, രജനികാന്ത്, ചിരഞ്ജീവി, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ പല തലമുറകളിലെ നായകന്മാരോടൊപ്പം അഭിനയിച്ചു. ഒരു ഘട്ടത്തിൽ തകർന്നു. രജനികാന്ത് കൈപിടിച്ചു. മലയാളത്തിൽ തിരിച്ചെത്തി. ഭരതൻ, പത്മരാജൻ, ഹരിഹരൻ, ഭദ്രൻ, സിബി മലയിൽ അവർക്ക് നൽകിയ കഥാപാത്രങ്ങൾ മാധവിയെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിയാക്കി. പിന്നെ ഉണ്ണിയാർച്ച, ആനി, 2 കഥാപാത്രങ്ങൾ. പക്ഷെ ഒരു നടിയെ അനശ്വരയാക്കാൻ അത്രയും മതി. 1996-ൽ അവർ സിനിമയോട് വിട പറഞ്ഞു. ഇന്ന് സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് 3 പതിറ്റാണ്ടോളം. പക്ഷെ ഒരു പഴയ സിനിമാ സ്ക്രീനിൽ തെളിയുമ്പോൾ മലയാളി ഇന്നും ആ മുഖം തിരിച്ചറിയും. വാൾ പിടിച്ചാൽ ഉണ്ണിയാർച്ച, കണ്ണീരോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചാൽ ആനി, പ്രണയഗാനത്തിൽ ചിരിച്ചാൽ മാധവി. അമേരിക്കൻ ആകാശത്ത് വിമാനം പറത്തുന്ന ഒരു കുടുംബിനിയായി ഇന്ന് അവർ ജീവിക്കുമ്പോഴും മലയാള സിനിമയുടെ ഓർമ്മയിൽ അവൾ എന്നും ആ പഴയ വെള്ളിത്തിരയിലാണ്. ചില നടിമാർ സിനിമയിൽ അഭിനയിക്കുന്നു, ചില നടിമാർ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. മാധവി 2ാമത്തെ വിഭാഗത്തിലാണ്. അതാണ് മാധവിയുടെ കഥ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.